السلام عليكم. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ജുമുഅയിലെ 8-9 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്. ഈ ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. ശേഷം അതിലെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങളും സൂചിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ഈ രണ്ട് വചനങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട പാരായണപരമായ നിയമങ്ങൾ, തജ്വീദ് നിയമങ്ങൾ. ഇന്നൽ മൗത്ത്, ഇന്ന, വീണ്ടും ഫഇന്നഹു, സുമ്മ. ഈ പദങ്ങളിൽ വന്നിട്ടുള്ള നൂൻ മുഷദ്ദദ, മീം മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനും ഷദ്ദ് നൽകപ്പെട്ട മീമും ഇവ മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. എല്ലാം 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. മിൻഹു എന്ന പദത്തിൽ സാക്കിനായ നൂൻ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ഫയുനബ്ബിഉകും ബിമാ, യുനബ്ബിഉകും എന്ന പദത്തിലെ സാക്കിനായ മീം ശേഷം ബാ വന്നതിനാൽ ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫയുനബ്ബിഉകും, അവ്യക്തമാക്കുക എന്ന് പറയുമ്പോൾ ചുണ്ട് പൂർണ്ണമായും പൂട്ടി വെച്ച്, അതായത് ചേർത്ത് വെച്ച് മീമിനെ വ്യക്തമാക്കി ഉച്ചരിക്കുന്നതിന് പകരം അല്പം വിടർത്തി വെച്ചുകൊണ്ട് അവ്യക്തമാക്കുക. എന്നാൽ ചുണ്ടുകൾക്കിടയിൽ വിടവോടുകൂടി തുറന്ന അവസ്ഥയിൽ ഉച്ചരിക്കുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അതല്ല ഇഖ്ഫാ അഥവാ അവ്യക്തമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും വ്യക്തമാവാത്ത വിധത്തിൽ, വെളിവാക്കിക്കൊണ്ടല്ലാത്ത വിധത്തിൽ അല്പം ചുണ്ടുകൾ വിടർത്തി ഫയുനബ്ബിഉകും ബിമാ എന്ന് പാരായണം ചെയ്യുക. കുന്തും, ഈ പദത്തിൽ സാക്കിനായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. കുന്തും തഅമലൂൻ. അടുത്ത വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ, 2 മുൻഫസിലായ ദീർഘങ്ങൾ വന്നിരിക്കുന്നു. അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസ ദീർഘങ്ങൾ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഇവിടെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ദീർഘാക്ഷരമായ അലിഫ്, അതുപോലെ ആമനു എന്ന പദത്തിൽ വാവ്
ഇവ പദത്തിൻ്റെ അന്ത്യത്തിലും അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലായി ഹംസയും വന്നു എന്നതാണ് മുൻഫസിലായ ദീർഘത്തിനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. യാ അയ്യുഹ അല്ലദീന ആമനൂ ഇദ. ഇവിടെ ദീർഘം നൽകൽ അനുവദനീയമാണ്. എന്നാൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ർ ചെയ്യുന്നതിനും വിരോധമില്ല. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക, അതാണ് അൽ മദ്ദുൽ മുൻഫസിലിൻ്റെ ഹുക്മ് ജായിസാകുന്നു. മീ യൗമിൽ ജുമുഅ, സാക്കിനായ നൂൻ ഇദ്ഗാം ബിഗുന്ന നൽകി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇവിടെ ഇദ്ഗാം നാഖിസാണ്. യാഇനും വാവിനും മുമ്പിൽ സാക്കിനായ നൂനോ തെൻവീനോ വരുമ്പോൾ നാഖിസായ ഇദ്ഗാം നൽകുക, ഭാഗികമായി ലയിപ്പിക്കുക. മീ യൗമി. വദറുൽ ബൈഅ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ദീർഘിപ്പിച്ച് വഖഫ് ചെയ്യാം. അൽ മദ്ദുൽ ആരിദ് ലിസുക്കൂൻ എന്ന ജായിസായ ദീർഘം ഇത് 2 ഹറക്കത്ത് മാത്രം മതിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വം സ്വീകരിക്കുക, തവസ്സുത്ത്. അതുമല്ലെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകി പൂർത്തീകരിച്ചുകൊണ്ട് വഖഫ് ചെയ്യാം. വദറുൽ ബൈഅ. ദാലിക്കും, ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനായ മീം. വീണ്ടും ലക്കും, വീണ്ടും ഇൻ കുൻതും. ഈ പദങ്ങളുടെ ഒക്കെയും അവസാനത്തിൽ വന്ന സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. എന്നാൽ ഖൈറുൽ ലക്കും, ഖൈറുൻ എന്ന തൻവീൻ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ലയിപ്പിച്ച് ഉച്ചരിക്കണം. ഇൻ കുൻതും, ഇവിടെ 2 സാക്കിനായ നൂൻ വന്നിരിക്കുന്നു. അവ രണ്ടും തന്നെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുകയും വേണം. അപ്പോൾ ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ എന്ന് പാരായണം ചെയ്യണം. ഒരിക്കൽ കൂടി നമുക്ക് ഓതാം. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ഈ വചനങ്ങളിൽ അഹ്കാമുകൾക്ക് പുറമെ അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സിഫാത്തുകൾ, സ്വരവിശേഷണങ്ങൾ, പ്രധാനമായും തഫ്ഖീം, തർക്കീഖ്, പെരുപ്പിച്ചും നേർപ്പിച്ചും ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ശരിയായ വിധത്തിൽ ഉച്ചരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون.
يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ജുമുഅയിലെ 10-11 ആയത്തുകൾ, അവസാനത്തെ 2 ആയത്തുകളാണ് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളത്. ആദ്യം അത് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. ഈ വചനത്തിൽ ഫന്തശിറു എന്ന പദത്തിൽ സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. വബ്തഗു ഈ പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഉച്ചരിക്കണം. മിൻ ഫദ്ലില്ലാഹ്, മിൻ എന്ന പദത്തിലെ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാകുന്നു. കസീറൻ എന്ന പദത്തിലെ തൻവീൻ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഇതിൽ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ. وإذا رأوا تجارة أو تجارة എന്ന പദത്തിലെ തൻവീനിന് ശേഷം ഹംസ വന്നതിനാൽ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഔ ലഹ്വൻ ഇൻഫദ്ദു, ഇവിടെ ലഹ്വൻ എന്ന തൻവീനിനെ കസ്റുള്ള നൂനാക്കി ലഹ്വൻ ഇൻഫദ്ദു എന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ ലഹ്വൻ എന്ന പദത്തിലെ തൻവീനിൻ്റെ അന്ത്യത്തിൽ ഉച്ചാരണത്തിലുണ്ടാകുന്നതായ ആ സാക്കിനായ നൂനിൻ്റെ സുക്കൂൻ, ലഹ്വൻ എന്നതിലുള്ള നൂനിൻ്റെ സുക്കൂനിൻ്റെ ശബ്ദം സുക്കൂൻ അതും, അതുപോലെ ഇൻഫദ്ദു എന്നതിലെ ഹംസത്തുൽ വസ്ലായ ചേർത്ത് വായനയിൽ ഒഴിവാക്കേണ്ട ഹംസ ഇ എന്ന അക്ഷരം, അത് സ്വാഭാവികമായും ഒഴിവാക്കപ്പെടുമ്പോൾ ശേഷിക്കുന്നത് പദത്തിൻ്റെ ആദ്യത്തിൽ ഉച്ചാരണത്തിലുണ്ടാകുന്ന സാക്കിന നൂനാണ്. ഇൻഫദ്ദു എന്ന ഈ പോയാൽ പിന്നെ സുക്കൂൻ നൽകപ്പെട്ട നൂൻ. ഇങ്ങനെ ഈ 2 സുക്കൂനുകൾ അടുത്തായി വരികയാണ്. ലഹുവൻ ഇൻഫദ്ദു എന്ന ഹംസ പോകുമ്പോഴുള്ള നൂനിൻ്റെ സുക്കൂൻ. ഈ 2 സുക്കൂനുകൾ ഇൽത്തിഖാഉ സാക്കിനൈൻ ഇവിടെ സംഭവിച്ചതിനാൽ അതിൻ്റെ പരിഹാരങ്ങളിൽ ഒന്നാകുന്നു തഹ്രീക്ക് അഥവാ ഹറക്കത്ത് കൊടുക്കുക. ലഹ്വൻ എന്ന തൻവീനിന്
തഹ്രീക്ക് ചെയ്ത് കസ്റുള്ള നൂനാക്കുക, ലഹ്വനി എന്നാക്കുക. എന്നിട്ട് ചേർത്ത് വായിക്കുക. ലഹ്വനിൻ ഫദ്ദു ഇൻഫദ്ദൂ ഇലൈഹ. അവിടെ ദീർഘം നൽകൽ അനുവദനീയമാണ്. അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസായ ദീർഘം 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. വതറകൂക ഖായിമ, ഖാ എന്ന ദീർഘം അൽ മദ്ദുൽ മുത്തസിൽ എന്ന വാജിബായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഖുൽ മാ ഇൻദല്ലാഹ്, ഇൻദ എന്ന പദത്തിൽ സാക്കിനാനൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖൈറും മിനൽ ലഹു, ഖൈറുൻ എന്ന പദത്തിൽ തൻവീനിന് ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്നഹ് കാമിൽ നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായ അന്നൂനു സാക്കിന വ തൻവീൻ, മീമു സാക്കിന, അതുപോലെ ദീർഘങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട അഹ്കാമുകൾ. എന്നാൽ പൊതുവിൽ ഈ 2 വചനങ്ങളിലുമുള്ള അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന തഫ്ഖീമും തർക്കീഖും, പെരുപ്പിച്ചും നേർപ്പിച്ചും ഉച്ചരിക്കൽ സൂക്ഷിച്ചുകൊണ്ട് തെറ്റാതെ പാരായണം ചെയ്യണം. അക്ഷരങ്ങൾക്ക് നൽകപ്പെടേണ്ടതായ എല്ലാ സിഫാത്തുകളും സ്വരവിശേഷണങ്ങളും കൃത്യമായി നൽകി വളരെ നല്ല രീതിയിൽ തെറ്റുകൂടാതെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതാകുന്നു. ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. بارك الله فيكم.